ഇന്ന് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് തുടർച്ചയായി SFI സംഘടിപ്പിക്കുന്ന സമരങ്ങളുടെ ഭാഗമായി ഇന്നത്തെ ഈ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആദർശ് വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, സർവകലാശാലയുടെ ഭരണത്തെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തൊരു VC ഈ സർവകലാശാലയുടെ തലപ്പത്തിരിക്കുകയാണ്. സംഘപരിവാരുകാരനാണ് എന്ന ഒറ്റ യോഗ്യതയാണ് ഇവിടെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരിക്കാൻ മോഹനൻ കുന്നുമ്മലിനുള്ളത്. അദ്ദേഹം പലരെയും അസഭ്യം പറയുകയാണ്, അദ്ദേഹം പലരെ ആക്ഷേപിക്കുകയാണ്. പലരെയും അസഭ്യം പറയുന്ന, ആക്ഷേപിക്കുന്ന മോഹനൻ കുന്നുമ്മൽ സ്വയം ചിന്തിക്കേണ്ടത് തനിക്കെന്താണ് ഈ സർവകലാശാലയുടെ ആസ്ഥാനത്തിരിക്കാൻ യോഗ്യതയെന്നാണ്. ഒരു യോഗ്യതയുമില്ലാതെ സംഘപരിവാരത്തിൻ്റെ കാല് തിരുമുന്നു എന്ന ഒറ്റ കാരണത്താൽ സർവകലാശാലയുടെ തലപ്പത്തേക്ക് കയറിയിരിക്കുന്ന ഇയാളാണ് ഈ സർവകലാശാല ഭരണത്തെ താറുമാറാക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ ഏതാണ്ട് 200-നകത്ത് അജണ്ടകൾ ആ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട മാധ്യമങ്ങളും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ചർച്ച ചെയ്യേണ്ടത് 200 അജണ്ടകളുള്ള ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ ആ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന, യൂണിയൻ ഫണ്ടിനെ സംബന്ധിക്കുന്ന, സപ്ലിമെൻ്ററി എക്സാമുകളെ സംബന്ധിക്കുന്ന, വിദ്യാർത്ഥികളുടെ അക്കാഡമിക്സിനെ സംബന്ധിക്കുന്ന, റിസർച്ച് സ്കോളർമാരെ സംബന്ധിക്കുന്ന നിരവധിയായ അജണ്ടകൾ വന്ന ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരജണ്ട പോലും നടപ്പിലാക്കാൻ, അത് ചർച്ച ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത വിദ്യാർത്ഥി വിരുദ്ധനാണ് ഇവിടെ ഇരിക്കുന്ന VC എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ VC ആണ് ഇവിടുത്തെ സർവകലാശാല ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കാര്യവട്ടം ക്യാമ്പസ് ഈ സംസ്ഥാനത്തെ റിസർച്ച് കേന്ദ്രമാണ്. ഏറ്റവും വലിയ റിസർച്ചർമാർ, അക്കാഡമിക് മികവുള്ളവർ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പൈനിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാര്യവട്ടത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്തേക്ക് ഡീൻമാരായി സംഘപരിവാരുകാരാണ് എന്ന ഒറ്റ യോഗ്യതയിൽ ആളുകളെ നിയമിക്കുന്നു. പലരും ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉണ്ട്, സേവ് യൂണിവേഴ്സിറ്റി ഫോറം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ അടുത്ത കാലത്ത് ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുതിർന്ന ഒരാളുണ്ട്, അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. മൂത്തവരെ അധിക്ഷേപിക്കരുതെന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധിക്ഷേപിക്കാനും തയ്യാറാവുന്നില്ല. ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരൻ, ആ സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരനും ഇതുപോലെ തന്നെ SUCയുടെ നേതാവായി പുറത്തും സർവകലാശാലയിൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഇവരുടെ ഒത്താശയിലാണ് ഈ സർവകലാശാലയുടെ VC ഈ പണിയെല്ലാം കാണിക്കുന്നത്. അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് നുഴഞ്ഞു കയറാൻ അവസരം നോക്കി നടക്കുന്ന ഇത്തിൽ കണ്ണികളാണ് ഇവിടുത്തെ സേവ് യൂണിവേഴ്സിറ്റിക്കാരൻ. അങ്ങനെ ഇത്തിൽ കണ്ണികളായി പടർന്നു കയറാൻ ഇപ്പം കിട്ടിയിരിക്കുന്ന ചാഞ്ഞമരമാണ് VC മോഹനൻ കുന്നുമ്മൽ. VC തന്നെ സർവകലാശാലയിൽ ഇരിക്കുന്നത് സംഘപരിവാറിന് മുകളിൽ ചാഞ്ഞു കയറിയിട്ടാണ്. അങ്ങനെ സംഘപരിവാറിന് മുകളിൽ ചാഞ്ഞു കയറിയിരിക്കുന്ന VCയുടെ മുകളിലേക്ക് ചാഞ്ഞു കയറിയിരിക്കുന്നവരാണ് ഇവിടുത്തെ സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരൻ. നാം ചോദിക്കേണ്ട ഒരു ചോദ്യമില്ലേ, എല്ലാത്തിലും പ്രതികരിക്കുന്നവരാണ് സേവ് യൂണിവേഴ്സിറ്റിക്കാരൻ. SFIക്കാരൻ വന്നാൽ, ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ വന്നാൽ എന്തിനോടും പ്രതികരിക്കുന്നവരാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരൻ. ഒരു വിദ്യാർത്ഥിയെ, ഒരു ദളിത് വിദ്യാർത്ഥിയെ ഇവിടെ സർവകലാശാല റിസർച്ച് ചെയ്യുന്നതിന് പേരിൽ ആ റിസർച്ചറെ ഒറ്റപ്പെടുത്താൻ, ജാതീയമായി ആക്ഷേപിക്കാൻ ഇവിടുത്തെ ഒരു ഡീൻ തീരുമാനിച്ചിട്ട് ഒരു പ്രതികരണം, ഒരു പ്രതിഷേധം ഇവിടുത്തെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നോ? അപ്പോൾ ഇവരെല്ലാം ഒരു ടീമാണ്. സേവ് യൂണിവേഴ്സിറ്റി ഫോറവും RSSും മോഹനൻ കുന്നുമ്മലും കൂടി ചേരുന്ന ഒരു കോറമാണ് ഇവിടെ യൂണിവേഴ്സിറ്റി നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നു, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായി നിരന്തരം കൂടിയാലോചന നടത്തുന്ന ആളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ആ കൂടിയാലോചനയ്ക്ക് ഒത്താശ വഹിക്കുന്നത് ഇവിടുത്തെ RSS ആണ്. ഇടതുപക്ഷ നയങ്ങളെ തകർക്കാൻ, ഇടതുപക്ഷത്തിൻ്റെ പുരോഗമന വിദ്യാഭ്യാസ ഭാഗത്ത് തകർക്കാൻ ഇവിടുത്തെ എല്ലാ പിന്തിരിപ്പന്മാരും, അരാഷ്ട്രീയവാദികളും, മൂരാക്ഷികളും, വർഗീയവാദികളും കൂടെ ചേരുന്ന കാഴ്ചയാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഷ്കളങ്കമായൊരു ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു RSSകാരൻ ഒരു സർവകലാശാലയുടെ തലപ്പത്തിരുന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് വരെ ചോദിച്ച നിഷ്കളങ്ക ബുദ്ധിജീവികൾ ഈ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. ആ നിഷ്കളങ്ക ബുദ്ധിജീവികളെ ഞങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. RSS ഒരു സർവകലാശാല തലപ്പത്ത് കയറിയിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നിഷ്കളങ്കമായി ചോദിച്ച ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ വർഗീയവാദികൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കുന്ന നിഷ്പക്ഷ ബുദ്ധിജീവികളെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ RSSകാരൻ ഈ സർവകലാശാലയുടെ തലപ്പത്ത് കയറിയിരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഒരു നിർധനനായ വിദ്യാർത്ഥിക്ക് ഈ സർവകലാശാലയിൽ ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്നതെന്ന് പ്രിയപ്പെട്ടവരെ
നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.